എല്ലാവർക്കും വേൾഡ് ഓഫ് അമ്മുമ്മയിലേക്ക് സ്വാഗതം. തിരുവാതിര കാലമായതുകൊണ്ട് നമുക്കൊരു തിരുവാതിര പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുതിരയാണ് നമുക്ക് വേണ്ടത്. മുതിര തലേ ദിവസം കുതിർത്തി വെക്കണം. അതിൻ്റെ കൂടെ വൻപയറും കൂടി ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് മാത്രം മതി. ഒന്നുകിൽ വൻപയർ അല്ലെങ്കിൽ മുതിര ഏതെങ്കിലും ഒരു എടുത്താൽ മതി. പിന്നെ വേണ്ടത് കണ്ടിച്ചേമ്പാണ്. വലിയ ചേമ്പ് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മധുരക്കിഴങ്ങ് രണ്ട് തരത്തിലുണ്ട്. ചുവന്നതുണ്ട്, വെള്ളയുണ്ട്. ഏതായാലും മതി. മധുരക്കിഴങ്ങ് എടുക്കുക. ലോക്ക്ഡൌൺ കാലമായതുകൊണ്ട് എല്ലാം നല്ല കുളിച്ച് സുന്ദരന്മാരാക്കി വെച്ചേക്കുകയാണ്. പിന്നെ വേണ്ടത് ചേനയാണ്. ചേന ഒരു കഷ്ണം, ഒരു കായ്, പിന്നെ കാച്ചില് വേണം, കൂർക്ക വേണം. ഇപ്പൊ 1, 2, 3, 4, 5, 6, 7. പിന്നെ ഇതിൽ വേണ്ടത് നനകിഴങ്ങാണ്. ചെറുകിഴങ്ങ് അല്ലെങ്കിൽ നനകിഴങ്ങ് വേണം. അത് നമുക്ക് കിട്ടിയില്ല, നനകിഴങ്ങില്ല. ഇപ്പോഴൊക്കെ ഇതിൽ ഒരു കഷ്ണം കപ്പയും കൂടി നമ്മൾ ചേർക്കാറുണ്ട്. അത് വേണമെന്നില്ല, ഒരു സ്വാദ് കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഒരു കഷ്ണം കപ്പയും കൂടി ചേർക്കാം. ഇത്രയുമാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി വേണ്ടത് ഇതിൻ്റെ അരപ്പിനുള്ള സാധനം. ഒരു മുക്കാൽ തേങ്ങ നമുക്കിതിന് ആവശ്യമുണ്ട്. പച്ചമുളക് വേണം. പച്ചമുളക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് ജീരകമാണ്. ജീരകം വേണം, കറിവേപ്പില വേണം, വെളിച്ചെണ്ണ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. എല്ലാ കഷ്ണങ്ങളും കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കണം. വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഉരുളിയിലേക്ക് ഇടുക. ശേഷം നെകക്ക വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി, സാദാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി, ഉപ്പ് നമുക്ക് പിന്നീട് നോക്കി വേണമെങ്കിൽ വേറെ ചേർക്കാം. ഇത് ഒന്നൊരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പയറിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. നമ്മളുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു. അതൊന്ന് കുത്തി നോക്കുക, വെന്തോ എന്ന് കുത്തി നോക്കി. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന പയറും മുതിരയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. നമ്മുടെ വെന്ത് കഴിഞ്ഞ് കഷ്ണങ്ങളും പയറും അതിലേക്ക് നമുക്ക് അരപ്പിടാൻ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് അരച്ചു വച്ചിരുന്ന അരപ്പ്, ഒപ്പം തന്നെ കറിവേപ്പില ഇടാം, വെളിച്ചെണ്ണയും ഒഴിക്കുക. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ ഫുള്ളായിട്ട് ഇത് വറ്റാൻ ഇട കൊടുക്കണ്ട. വറ്റിക്കഴിഞ്ഞാൽ വല്ലാതെ ഡ്രൈ ആയി പോകും. ഈ ഒരു പാകത്തിൽ നമ്മളിത് വാങ്ങി വെച്ച് ചൂടോടുകൂടി കഴിക്കുക. ഉഗ്രൻ തിരുവാതിര പുഴുക്ക് റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.